ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശുക്രിസ്തു യഹൂദരുടെ മാത്രം രക്ഷകനാണോ എന്നുള്ളതാണ്. യേശുക്രിസ്തു ഭൂജാതം ചെയ്തത് യഹൂദരെ മാത്രമായിട്ട് രക്ഷിക്കാനായിട്ടാണ്. ഇതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 3-4 അധ്യായങ്ങൾ. ഈ 3-4 അധ്യായത്തിൽ നമ്മൾ 3 ആൾക്കാരെ കാണുന്നു. ഒന്ന്, ഒരു ജൂതന്മാരുടെ ഒരു നേതാവായ നിക്കോദിമോസ്. രണ്ടാമത് സമരിയക്കാരിയായ സ്ത്രീ. മൂന്നാമത് ഒരു റോമാക്കാരനായ റോമൻ ഒഫീഷ്യൽ. ഈ 3 പേരെയുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ 3 പേരെ പറ്റിയും യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നത് ചാപ്റ്റർ 3 and 4 അടുപ്പിച്ചടുപ്പിച്ചാണ് ഇവർ കഥകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ 3 പേരുടെ ഈ കഥയും ഒന്നിനു പുറകെ ഒന്നായിട്ട് എഴുതിയതിനകത്ത് ഒരു ഉദ്ദേശം കാണുമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ യഹൂദന്മാരുടെ നേതാവും ഒരു പരീശനും അതുപോലെ തന്നെ ഒരു ടീച്ചറുമായിരുന്നു നിക്കോദിമോസ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഒരു സീക്രട്ട് ഡിസൈപ്പിളായിട്ടാണ്. അദ്ദേഹം 12 പേര് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം അതിൽ പെടുന്നില്ലായിരുന്നു. എന്നാലോ ഇദ്ദേഹം രാത്രി കാലങ്ങളിൽ യേശുക്രിസ്തുവിനെ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. പിന്നീട് യേശുക്രിസ്തുവിനോട് ചെയ്ത പല കാര്യങ്ങളും വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ അനുഗമിച്ചിരുന്ന ഒരു ഡിസൈപ്പിളായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കലാണ് യേശുക്രിസ്തു ഇതുപോലുള്ള പല ചർച്ചകളുടെ ഇടയിൽ യേശുക്രിസ്തു പറഞ്ഞ 1-2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, പുനർജനനം ഇല്ലാതെ, ആത്മാവിലുള്ള പുനർജനനമില്ലാതെ ഒരിക്കലും നിങ്ങൾ ദൈവരാജ്യം കാണുക പോലുമില്ല. അതാണ് യേശുക്രിസ്തു അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തേത് ജോൺ ചാപ്റ്റർ 3 verse 16 സുപരിചിതമായിട്ടുള്ള God so loved the world that he sent his only son, whosoever shall believeth in him shall be saved, others will perish. ആ വാചകം ബൈബിളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണത്. അപ്പോൾ ഇതൊക്കെ അറിയിച്ച നിക്കോദിമോസ്, അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. രണ്ടാമത് നമ്മൾ പരിഗണിക്കുന്നത് ശമരിയക്കാരിയ സ്ത്രീ പൂർണ്ണ യഹൂദയല്ലായിരുന്നു, അവളൊരു ഹാഫ് കാസ്റ്റ് ആയിരുന്നു. അപ്പോൾ യഹൂദന്മാർ മറ്റുള്ള വിജാതിയിൽ നിന്ന് വിവാഹം കഴിച്ച് അവരിലുണ്ടായ മക്കളായിരുന്നു ഈ ശമരിയക്കാരും അതുപോലെ ഈ ശമരിയക്കാരിയ സ്ത്രീയും. അപ്പോൾ അവരുടെ അടുക്ക നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, ശമരിയക്കാരിയ സ്ത്രീയുടെ അടുക്ക യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മശിഹ, നിങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്ന മശിഹ, സത്യം പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, വെളിവാക്കി തരുന്ന മശിഹ, അത് ഞാൻ തന്നെയാണ് എന്ന് പരസ്യമായിട്ട് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ശമരിയക്കാരിയായ സ്ത്രീ. മൂന്നാമത് നമ്മൾ പരിഗണിക്കുന്നത് യഹൂദന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവരെ അടിമകളായി കണ്ടിരുന്ന റോമാക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, റോമൻ ഒഫീഷ്യൽ. അദ്ദേഹത്തിൻ്റെ മകൻ ഇതുപോലെ എന്തോ ഒരു അസുഖം വന്ന് മരിക്കാനായിട്ട് കിടക്കുകയാണ്. യേശുക്രിസ്തു അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും ഇദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ അടുക്ക് ചെല്ലുന്നു. കുറച്ച് ദൂരം യാത്ര ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ അടുക്ക് ചെല്ലുന്നു. യേശുക്രിസ്തുവിൻ്റെ അടുക്ക് കാര്യം പറയുന്നു. യേശുക്രിസ്തു കാര്യങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ട് യേശുക്രിസ്തു ഇദ്ദേഹത്തിൻ്റെ അടുക്ക് പറയുന്നു, നിങ്ങൾ മടങ്ങിപ്പോകുക, നിങ്ങളുടെ മകൻ ജീവിക്കും എന്ന് പറയുന്നു. ഇദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ഈ വചനം വിശ്വസിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ യേശുക്രിസ്തു ഇത് കാണാതെ വിശ്വസിക്കാത്ത നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പിടിച്ചു ഭരിച്ചുകൊണ്ട്, ഒന്നാമതേ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ യേശുക്രിസ്തു ചെല്ലാനായിട്ട് ബാധ്യസ്ഥനുമാണ്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ, ആ അധികാരമൊന്നും ഉപയോഗിക്കാതെ അദ്ദേഹം യേശുക്രിസ്തു പറഞ്ഞത് വിശ്വസിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോവും. യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ വന്നിട്ട് പറയും, നിങ്ങളുടെ മകൻ അസുഖം ഭേദമാകുന്നു, ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയും. ഇദ്ദേഹം യേശുക്രിസ്തു ഇദ്ദേഹത്തിനടുക്ക് പറഞ്ഞ സമയവും ഈ മകൻ സൗഖ്യം പ്രാപിച്ച് തുടങ്ങിയ സമയവും താരതമ്യം ചെയ്യുന്നവരുടെ ഒരേ സമയത്താണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലാകും. അദ്ദേഹം അവിടെ അത്ഭുതം സംഭവിക്കുന്നു. അദ്ദേഹം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സർവ്വ ആൾക്കാരും, അപ്പം ഭാര്യ, മക്കൾ, പരിചാരകർ എല്ലാവരും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 3 തരം ആൾക്കാരെ കാണാം. നിക്കോദിമോസ് പൂർണ്ണ യഹൂദൻ, ശമരിയക്കാരിയ സ്ത്രീ ഹാഫ് കാസ്റ്റ്, പാതി യഹൂദ സ്ത്രീ. മൂന്നാമത്
ജെൻറ്റൈൽസ്, വിജാതീയരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ യേശുക്രിസ്തു ഒരു തരംതിരിവുമില്ലാതെ എല്ലാ തരം ആൾക്കാർക്കും യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്തു. ആരെങ്കിലും യേശുക്രിസ്തു യഹൂദന്മാരുടെ രക്ഷകനാണ്, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് പൂജാതം ചെയ്ത ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്കിത് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കിൽ സ്ലീഹന്മാരുടെ പറഞ്ഞ വാചകം നമുക്ക് നോക്കാം. അത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെരുശലേമിലും യഹൂദിയ മുഴുവനിലും ശമര്യയുടെ സ്ഥലത്തും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അപ്പോൾ യേശുക്രിസ്തുവിടെ സ്ത്രീയന്മാരുടെ പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ സാക്ഷികളായിട്ട് നിൽക്കണം. ആരുടെയൊക്കെ മുന്നിലാണ്? യഹൂദരുടെ മുന്നിലും ശമരിയക്കാരുടെ മുൻപിലും അതേപോലെ ഭൂമിയുടെ അറ്റം വരെയുമുള്ള ജനങ്ങളുടെ മുമ്പിൽ സാക്ഷികളായി നിൽക്കണം. ഇതിൽ നിന്ന് നമുക്കറിയാം യേശുക്രിസ്തു സ്ലീഹന്മാരുടെ ഉത്ബോധിപ്പിച്ചത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് പോയി ജനങ്ങളെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുക, എല്ലാവരെയും ക്ഷണിക്കുക, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വരാനായിട്ട്, ആ ക്ഷണം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം.